ഹലോ, നിങ്ങൾ ഉത്സവ പറമ്പിലും മറ്റും പൂക്കാവടികളും നാദസ്വരത്തിൻ്റെയും ബാൻഡ് സെറ്റിൻ്റെയും ചിങ്കാരി മേളത്തിൻ്റെ അകമ്പടിയോടെ നല്ല രീതിയിൽ ആടിത്തുള്ളുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇത്തരത്തിലുള്ള പൂക്കാവടികൾ നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർ കുറുക്കഞ്ചേരി തൈപ്പൂയ മഹോത്സവത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന കുറച്ച് പൂക്കാവടികളുടെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡിലുള്ളത്. പൂയത്തിൻ്റെ 1-2 ദിവസം മുന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതും 2-3 ദിവസത്തെ ഫൂട്ടേജുകൾ ഒന്നിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ കുറുക്കഞ്ചേരി തൈപ്പൂയത്തിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടിയ റൊണാൾഡോയുടെ കാവടിയുടെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നമ്മുടെ ഉത്സവപ്പറമ്പിൽ ആസ്വദിക്കുന്ന പല രീതിയിലുള്ള പൂക്കാടികളും ഒത്തിരി നാളത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വിജീഷ് ബ്രോൻ്റെ കൂടെയാണ് കേട്ടോ. വിജീഷ് ബ്രോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പൂക്കാവടിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറുക്കഞ്ചേരി വടുവക്കരയിലാണ് ഞങ്ങളുള്ളത്. ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ടാണ് ബ്രോനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആളുണ്ടാക്കിയിട്ടുള്ള കാവടി നമ്മൾ കുറേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഒത്തിരി പ്രൈസൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ നമുക്ക് ഏതൊക്കെ പ്രൈസാണ് കിട്ടിയിട്ടുള്ളത്? നമുക്ക് കഴിഞ്ഞ കിട്ടിയത് രാത്രി ഏറ്റവും നല്ല പൂക്കാവടിക്കുള്ള പ്രൈസാണ് കിട്ടിയത്. അത് 50,000 ക്യാഷ് പ്രൈസ് ആണ് കിട്ടിയത്. ട്രോഫിയാണ് കിട്ടിയത്. അത് പകല് ഒരു ട്രോഫി ഉണ്ട്, രാത്രി ഒരു ട്രോഫി ഉണ്ട്. ഒരു 100-400 കാവടി നിന്ന് 1-2 കാവടി 2 കാവടി തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അതില് ഒരു കാവടി എന്റെ ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കഴിഞ്ഞ കൊല്ലം നമ്മുടെ പഞ്ചവർണ്ണ കളറായിരുന്നു അല്ലേ? അതെ, മഴവില്ലായിരുന്നു. നമ്മള് ഷോർട്സ് ഒക്കെ ഇട്ടാല് കാവടി കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളതാണ് ഈ ഒരു പൂക്കാവടി. ഇത് എത്ര നാള് പിടിച്ചിട്ടുണ്ട്? ഈ ഒരു നമുക്ക് ഏകദേശം 1 മാസത്തോളം ഇതിന്റെ പിന്നാലെ നമ്മൾ എന്തായാലും. എങ്ങനെയാ ഡിസൈൻ ഒക്കെ ചെയ്യണത്? എങ്ങനെയാ ഡിസൈൻ ഒക്കെ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കണതാണ്. ഇപ്പൊ എന്റെ ഒരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണതാണ്. പലരും പല രീതിക്കാണ്. ചിലവര് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് ഒക്കെ ലാപ്പിലൊക്കെ ഇരുന്ന് ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മള് നമ്മുടെ മനസ്സിൽ എങ്ങനെ കൊണ്ടുവന്നിട്ട് കളറും കാര്യങ്ങളൊക്കെ ചിലപ്പോ വിജയിക്കാൻ, ചിലപ്പോ ഫ്ലോപ്പ് ആവാം. അങ്ങനെയാണ്. പക്ഷെ നമ്മള് ചിലവര് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കളറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യില്ല. നമ്മൾ മനസ്സിലുള്ള ഒരു സാധനം നമ്മൾ കൊണ്ടുവരാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഏകദേശം നമ്മുടെ ഈ ഒരു പൂക്കാവടി എത്ര ഹൈറ്റ് ഉണ്ട്? ഇപ്പൊ ശരിക്ക് ഫ്രെയിം മാത്രം വരുന്നത് 9 അടിയാണ്. 9 അടി ഫ്രെയിം. തട്ടുമ്മ കേറുമ്പോ ഒരു 2 അടി തലയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തലയിൽ വെക്കുന്ന ഫ്രെയിം. ഈ ഒരു ഫ്രെയിം ഈ തട്ടുമ്മക്ക് കേറുമ്പോ ഇത്ര ഹൈറ്റ്, ഒരു 3 അടി ഹൈറ്റ് കേറും. അപ്പൊ 9ഉം 3ഉം കേറി. പിന്നെ മോളില് ഒരു 2.5 അടിയും കൂടിയും കേറി. 2.5-3 അടി കൂട്ടിക്കോ, ഒരു 15 അടി കാവടി തന്നെ. ഒരു സാധാരണക്കാരനായ ഒരു 5 അടിയുള്ള ഒരാളും കൂടി തലയിലും കൂടി കേറി കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് അത്യാവശ്യത്തിനായി. പിന്നെ ഇത് പറയാനാണെങ്കിൽ ഇത് എളുപ്പമുള്ള കാര്യം നല്ലത്. നമ്മള് ചെറുപ്പം തൊട്ടേ ഇതിന്റെ പിന്നാലെ നടക്കുന്നതായതുകൊണ്ടാണ് ഈ ആടാനും ഇതിനൊക്കെ പറ്റുന്നത്. മാക്സിമം ഒരു 120 കിലോന്റെ അടുത്തൊക്കെ വരും നമ്മുടെ വലിയ കാവടികൾ. 120 കിലോ ആണ് ഒരു പൂക്കാവടി വരുന്നത്. അത് തലയിൽ വെച്ചിട്ടാണ് ആൾക്കാർ നല്ല രീതിയിൽ ആടുന്നത് കേട്ടോ. അപ്പൊ അവരെ കഴിവ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ഇപ്രാവശ്യത്തെ കാവടിയുടെ പ്രത്യേകത എന്തൊക്കെയാ? ഇതില് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൾട്ടി കളറാണ് ഉദ്ദേശിച്ചത്. നമ്മള് പുതിയ കളറുകളാണ്, കുറച്ച് പുതിയ കളറുകൾ ഈ വർഷം ഇറങ്ങിയ കളറുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോ നമുക്ക് ഈ വയലറ്റ് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ച അത് തീർച്ചയായും കിട്ടിയെന്നാണ് തന്നെയാണ് പല കളറുകൾ, പല ഷെയ്ഡുകളായിട്ടാണ് ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചുതരാം നിങ്ങൾക്ക്. പിന്നെ ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ പലവർണ്ണം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചവർണ്ണം പോലെ തന്നെ പലവർണ്ണം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കൊന്നാരുള്ളിലും ഒരു വെറൈറ്റി ആയിട്ട് ഇതിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലും പലവർണ്ണം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പുതുമയായിട്ട് ചെയ്തിട്ടുള്ളത് മിററാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ മിറർ കുറച്ച് കയറ്റി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കയറ്റിയേക്കാണ്. ഇനിയും കുറച്ചും കൂടി വർക്ക് ഉണ്ട്. നാളത്തോണ്ട് ഏകദേശം ഇനിയിപ്പോ നമ്മുടെ കുറുക്കഞ്ചേരി പൂയത്തിന് വെറും 2 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ അതിനുള്ളില് അവസാന മിനിറ്റ് പണികളാണ്.
അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ ആളെ വിളിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിലൊക്കെ ഒരു ചെറിയൊരു വർക്കുകൾ കൂടി ഉണ്ട്. അതിപ്പോ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തോട് കൂടിയായിട്ടാണ് എല്ലാം ഫിനിഷ് ആവുള്ളൂ. നമുക്ക് ഇതിന്റെ ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് കാണാം അല്ലെ? നമ്മുടെ പൂക്കാവടി ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് കാണുന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ മുഖം കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഈ ഒരു ലൈറ്റിന്റെ പ്രത്യേകത വിജിഷേട്ടൻ തന്നെ പറയും. ഇതെന്താ വെച്ചാല് നമ്മള് പുറമേ ഉള്ള ശിങ്കാരി മേളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിന് അനുസരിച്ച് ഇതിന്റെ ഫംഗ്ഷനുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മളൊരു ഇപ്പൊ ഒരു ശിങ്കാരി മേളത്തില് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ട്യൂൺ വരികയാണെങ്കിൽ ആ ട്യൂണിനനുസരിച്ച് ഈ ലൈറ്റ് വർക്ക് ചെയ്യും. ലൈറ്റിന്റെ സെറ്റിംഗ്സുകൾ അങ്ങനെ അങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഡിസ്കോ ടൈപ്പ് ഡിസ്കോ ടൈപ്പ് അത് ഏകദേശം 156ഓളം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് ഫംഗ്ഷനുകൾ ഉണ്ട്. അതിനനുസരിച്ച് അതായത് ഒരു സമയത്ത് ഒരു ഷെയ്ഡിലായിരിക്കും. ശരിക്കും നമ്മളൊരു പൂരപ്പറമ്പില് ആ ഒരു പന്തലിന്റെ മുകളിൽ വരുന്ന ഷെയ്ഡ് പോലെ കാവടിയിൽ അതേ പാറ്റേൺ ലൈറ്റുകൾ വരും. മൾട്ടി സ്ട്രിപ്പ് എന്നാണ് അതിനെ പറയാ. പല കളർ അതിൽ തന്നെ ഉണ്ട്. ഇത് മാറിക്കൊണ്ട് ഒരു പാട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഒരു താളം ഉണ്ടായ നമ്മുടെ സൗണ്ടിനനുസരിച്ച് തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഫോണിലാണ് പിന്നെ ഫംഗ്ഷനുകൾ കൂടുതല്. ഫോണിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടേയിരിക്കാം. കൺട്രോളിംഗ് ഫോണിലാണ്. ബുക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തതായതുകൊണ്ട് നമ്മൾ ചെറുപ്പം തൊട്ട് ഇതിന് പിന്നാലെയാണ്. അപ്പൊ അത് കാരണം ഒരുവിധം എല്ലാവരുമായിട്ടും കണക്ഷൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിലൂടെ തന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് സ്ഥിരമായിട്ട് നമ്മുടെ കാവടികള് നമ്മൾ ക്യാഷ് അങ്ങനെ പറഞ്ഞിട്ടല്ലെങ്കിലും നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്വപ്നം പോലെ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. അല്ലാണ്ട് നമ്മളിത് കാശിന് വേണ്ടി ഇതിന് പിന്നാലെ നടക്കണമല്ല. നമ്മുടെ ഒരു അംബിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു സാധനം നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു നമ്മുടെ മനസ്സില് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കലേ. അപ്പൊ നമ്മളത് കാശിന് വേണ്ടി മാത്രല്ല. അപ്പൊ ഹോബിയാണ്. അതെ, നമുക്കിപ്പോ ഇതിന്റെ ഒരു പകുതി കാശ് നമ്മൾ ഇറക്കാൻ ഒരു പകുതി കാശൊക്കെ നമുക്ക് ഓരോ വർഷം നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ പിന്നെയും അതിന്റെ പിന്നാലെ നമ്മൾ പോണത് നമ്മുടെ സത്യം പറഞ്ഞ പ്രാന്ത് എന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് ശരിക്കും. എത്ര ആൾക്കാരുണ്ടായിരുന്നു കൂടെ ഒരു കാവടി ചെയ്യാൻ വേണ്ടി? ചെറിയ കുട്ടികളും അടക്കം എങ്ങനെ പോലും 10-15 പേരോളം ഇവിടെ എന്നും വൈകുന്നേരം അവർ പണി കഴിഞ്ഞ് വന്നിരുന്നു കുറച്ചേരം അവർക്ക് അറിയാവുന്ന പണികളൊക്കെ ചെയ്ത് ചെയ്തിട്ടാണ്. ഒരു 15 പേരുടെ പണിയാണ് കേട്ടോ ഈ ഒരു പൂക്കാവടി കാണുന്നത് നിങ്ങള്. പിന്നെ ഞാൻ വിജീഷ് ബ്രോയുടെ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉത്സവങ്ങൾക്കോ പൂയത്തിനൊക്കെ ഇദ്ദേഹത്തിന്റെ കാവടികൾ വേണമെന്നുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. ഒരുപാട് നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഈ വടൂകര ദേശത്ത് ഞങ്ങൾ എല്ലാ വർഷവും കാവടി കെട്ടാറുണ്ട്. ജാതി മത ഭേദമൊന്നും ഇല്ലാണ്ട് ഞങ്ങളെല്ലാവരും സഹകരിച്ചിട്ട് നല്ല രീതിയിൽ നല്ല കാവടികൾ എല്ലാ വർഷവും കെട്ടാറുണ്ട്. ഒരു 2 മാസം 3 മാസം പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിവിടെ കാവടി കെട്ടാറ്. ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് വർക്കേഴ്സും ഒരു 10-40-50 പേരൊക്കെ നമ്മുടെ സഹകരണ കാര്യങ്ങൾക്കൊക്കെ ഇതിൽ ഉൾക്കൊള്ളാറുണ്ട്. അതുപോലെ ഈ വർഷവും വളരെ ഗംഭീരമായ രീതിയിൽ ഏറ്റവും നമ്പർ 1 കാവടിയായിട്ട് ഞങ്ങൾ ഈ വർഷം കിട്ടിയിട്ടുള്ള കാവടി. അതുകൊണ്ട് എല്ലാ രീതിയിലും ജനങ്ങളും ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ട് ഈ കാവടി അതിഗംഭീരമായി ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള രീതിയിൽ ഞങ്ങൾ അതുപോലെ പ്രയത്നിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊരു 10-30 പേര് കൂടിയിട്ടാണ് ഈ കാവടി കെട്ടണത്. ഇതിന്റെ 1 മാസത്തോളം നല്ലോണം പണിയെടുത്താണ് കാവടി ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇതിന്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ് മെയിൻ ആയിട്ട് വരുന്നത്. ലൈറ്റുകള് വരുന്നത് ഇത് ശിവന്റെ തൃക്കണ്ണുമ്മേന്ന് ഒരു റെഡ് ലേസർ ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ ശിവന്റെ ബോർഡറില് ഒരു നീല ലൈറ്റ്, 3 തരം ലൈറ്റ് ആണുള്ളത്. അങ്ങനെ പിന്നെ കാവടിയുടെ ഏറ്റവും ടോപ്പില് വരുന്നത് ഇത് നന്ദികേശനാണ് വരുന്നത്. ശിവന്റെ കൈമേന്ന് നന്ദികേശൻ ഇരിക്കുന്ന ഡോമാണ് നമ്മൾ ഈ വട്ടം വെക്കുന്നത്. അതൊരു വെറൈറ്റിയാണ് ഈ വട്ടത്തെ. ഇതേവരെ ആരും ഇറക്കാത്ത ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ വട്ടം വെക്കുന്നത് ഡോമായിട്ട്. നന്ദികേശന്റെ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ആള് ഇവനാണ്.
മെയിനായിട്ടുള്ള നമ്മുടെ എല്ലാ കൊല്ലം ലൈറ്റ് വർക്ക് ചെയ്യാനുള്ളത് അവനാണ്. കാവടി നമ്മുടെ ഇപ്പോ ഫിനിഷിങ് വർക്ക് ആവണുള്ളൂ, മൊത്തമായിട്ട് ഫിനിഷ് ആയിട്ടില്ല. ഇനി ഇതില് നമുക്ക് കുറെ ഐറ്റംസ് കയറ്റാണ്ട്, അലുക്ക് കയറ്റാണ്ട്, കൊന്ന കയറ്റാണ്ട്, അതേപോലെ കുറച്ചും കൂടിയും ഒട്ടിച്ച് കഴിയാനുണ്ട്. ഒരു 960 കൊന്നയാണ് കയറണത്. അതേപോലെ നമ്മുടെ കാവടി ആടുന്ന ആളാണ്, ആട്ടക്കാരനാണ് ആള്. റഷീദ് ഖാന്നാണ് പറയാ, നമ്മുടെ FC കാവടി ആടുന്ന ആള്. കാവടി അതേപോലെ വണ്ടിയില് കാവടി കൊണ്ടുപോണതും കൊണ്ടുവരുന്നതൊക്കെ ആളാണ്. നമ്മുടെ എല്ലാ കൊല്ലം ചെയ്യാറ്. ആള് നമുക്ക് നല്ലൊരു സഹായമാണ്.